നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി എന്നിൽ ഉണർത്തിയ ചില ചിന്തകൾ. എവർക്കും സ്വാഗതം. ഈ ഒരു സംഭവം പ്രതീക്ഷിക്കാവുന്നതുപോലെ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന് എവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കുക. ഒരു ഹിന്ദു സ്വാമി ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ അല്പസമയം അദ്ദേഹം പറയുന്നത് അല്പസമയം മാത്രം നമുക്ക് ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് പ്രവേശിക്കും. നമസ്കാരം. സമാധി അല്ല ഇത്, മഹാസമാധി അല്ല ഇത്, മഹാനാണക്കേടാണ്. ഹിന്ദു മതത്തിന് മഹാനാണക്കേടാണ്. കാരണം ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മള് കുട്ടിനെ പേരിടുന്ന പോലെ എന്ത് പ്രവൃത്തി ചെയ്താലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് പ്രസ്താവിക്കുമ്പോൾ പറയും ഹിന്ദുമതത്തിന് വേണ്ടിയിട്ടാണ്, ഹിന്ദുമതത്തിന് ഉണർവിന് വേണ്ടിയിട്ടാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴേലും വിമർശിക്കുന്നവർ ഹിന്ദുമതത്തിന്റെ ശത്രുക്കളാണ്. ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, ഇതെന്റെ അഭിപ്രായമല്ല, എനിക്കിങ്ങനെ ഒരു അഭിപ്രായവുമില്ല. ഇതിനെപ്പറ്റി ആധികാരികമായി ഇത് സമാധിയാണോ വേറെ വല്ലതുമാണോ എന്ന് പറയുവാൻ ഞാൻ ആളല്ല. എനിക്ക് ഏവരോടും ഒത്തു ചിന്തിക്കാനുള്ളത് ഈ സംഭവത്തിൻ്റെ ആരും പരാമർശിക്കാത്ത ഒന്ന് രണ്ട് വശങ്ങളാണ്. അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്ന സാധ്യത പോലുമില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അല്പം കാത്തിരുന്നിട്ട് ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി അതിനതീതമായി അതൊന്ന് വേറിട്ട് എന്തെങ്കിലും കൂടെ പൊതു ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രയോജനകരമാണോ എന്ന് ആലോചിച്ച് തിട്ടപ്പെടുത്തിയ ശേഷം മാത്രമേ ഞാൻ സമകാലീന സംഭവങ്ങളെ പരാമർശിക്കാറുള്ളൂ എന്നതാണ് എൻ്റെ വാസ്തവികം. അപ്പോൾ ഈ സംഭവം ഇതിൻ്റെ രണ്ട് പ്രത്യേകതയുള്ള വശങ്ങൾ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അതല്ല പ്രധാനമായും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ വശങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് കുറച്ചുകൂടെ മുൻപോട്ട് പോയി ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത്, ചിന്തിക്കുന്നത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി. ഈ സംഭവത്തിന്റെ രണ്ട് വിചിത്ര വശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ചെറുപ്പം മുതൽ സ്വാമികൾ സമാധിയിലാകുന്നു എന്ന ആശയം ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബിഷപ്പന്മാരെ, എല്ലാ സഭയുടെയും പാരമ്പര്യത്തില്ല, ചില സഭകളുടെ പാരമ്പര്യത്തിൽ ബിഷപ്പന്മാരെ ഇരുത്തി അടക്കുന്നതിന്റെ കാരണം ഈ സമാധിയോട് ഏതാണ്ട് സാമ്യം വരത്തക്കവണ്ണമാണ് എന്ന ഒരു തിരിച്ചറിവ് പണ്ടേ എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ വിഷയം കൂടുതലായി പ്രതിപാദിക്കുന്നില്ല. ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായത്തിന് മുൻപ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമാധിയാകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ ആശയമാണ്, തികച്ചും ആത്മീയമായ ഒരു ആശയമാണ്. ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത് ഹിന്ദുമത ദർശനത്തിൽ സമാധിയാകുക എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ലോകത്തിൽ വസിക്കുന്ന വ്യവഹാരിക അവസ്ഥകളുടെ അടിമത്വത്തിൽ നിന്ന്, അതിൻ്റെ പിടിയിൽ നിന്ന് മുക്തി പ്രാപിച്ച് ബ്രഹ്മമെന്ന ആത്യന്തികമായ സത്യത്തിലേക്ക് ലയിച്ചു ചേരുന്ന വ്യക്തിയും ബ്രഹ്മവും ഒന്നായിത്തീരുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുന്നതിനെയാണ് സമാധി എന്ന് സൂചിപ്പിക്കാറുള്ളത്. അത് ഒരു വ്യക്തി പെട്ടെന്ന് തീരുമാനിക്കുന്നു, ഞാൻ സമാധിയാകാൻ പോകുന്നു, ഇന്ന സമയം ഞാൻ സമാധിയിലേക്ക് പ്രവേശിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് ആർബിട്രറിയായി സമാധിയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്നതാണ്
നാളിതുവരെ എനിക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുള്ള, അതായത് ചെറുപ്പം മുതലേ ഞാൻ കേട്ടതും മനസ്സിലാക്കിയും വായിച്ചും അന്വേഷിച്ചും മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് ബോധ്യമാണ്. ആജീവനാന്തം ഒരു വ്യക്തി നടത്തുന്ന പാലിക്കുന്ന ആത്മീകമായ അച്ചടക്കം, ആത്മീകമായ അന്വേഷണം, തപസ്യയുടെ ഉദ്ദേശം തന്നെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിള്ളൽ അകറ്റിയിട്ട് മനുഷ്യൻ ദൈവത്തോട് ഒന്നായി ചേരുന്ന, താതാത്മ്യം പ്രാപിക്കുന്ന, യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു, ആ മിസ്റ്റിക്കലായിട്ടുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ആ അനുഭവത്തിന്റെ പേരാണ് ഈ സമാധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മരണം അല്ല. ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന വിധത്തിൽ മരിച്ചാൽ സമാധിയാകുമെന്നത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യതയില്ലാത്തതും അല്പം പോലും അർത്ഥമില്ലാത്തതുമായ ഒരു ജൽപ്പനം മാത്രമാണ്, സങ്കല്പം മാത്രമാണ്. വേണ്ടത് തോന്നിയ ദിവസമൊക്കെ ജീവിച്ചിട്ട് ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന ദിവസം സമാധിയാകും. അതിന് കുടുംബത്തിൽ ആരെങ്കിലും സഹായം കൂടെ തേടി ഡയബറ്റീസിനുള്ള ഗുളിക കഴിച്ച് പോയി ഇരുന്ന് സമാധിയായി എന്ന് പറയുന്നത്, ഈ സമാധി എന്ന് പറയുന്ന അതിമനോഹരമായ സങ്കല്പത്തെ കുഞ്ഞനം കാണിക്കുന്ന പരിപാടിയാണ് എന്നതാണ് എൻ്റെ പരിമിതമായ അറിവിൽ കൂടെ നാളിതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പരിജ്ഞാനത്തിൽ കൂടെ എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിൽ എൻ്റെ കൗതുകമായ ഒരു ഭാഗം, സമാധിയാകുന്ന ദിവസം ഗോപൻ സ്വാമി ഡയബറ്റീസിന്റെ ഗുളികയും കഴിച്ച് ഭവനത്തിലുള്ള എല്ലാവരോടും പറഞ്ഞ് അവരുടെ അകമ്പടിയോടെ, അല്ലെങ്കിൽ മൂത്ത മകന്റെ അകമ്പടിയോടെ നിശ്ചയിക്കപ്പെട്ടൊരു സ്ഥലത്ത് പോയിരുന്ന് സമാധിയായി എന്ന് പറയുമ്പോൾ അതിൽ കൗതുകകരമായ ചില വശങ്ങളുണ്ട്. മാത്രം ഞാൻ പറഞ്ഞ ആ ഭാഗം ഒതുക്കുക. രണ്ടാമതായിട്ട് വളരെ കൗതുകമേറിയ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ നാട്ടുകാരുടെ പരാതിയിൽ മാൻ മിസ്സിംഗ് കേസ് FIR രജിസ്റ്റർ ചെയ്ത ശേഷം കളക്ടറുടെ തീരുമാനമനുസരിച്ച് ഈ സമാധി ഇരുത്തിയിരിക്കുന്ന കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വന്നപ്പോൾ അതിനെ നഖശികാന്തം എതിർത്തുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ പറഞ്ഞത്, രണ്ട് പുത്രന്മാരും പറഞ്ഞത്, മനുഷ്യരാൽ സ്പർശിക്കുവാൻ ഒരു കാലത്തും ഇടയാകരുത്. കാരണം അങ്ങനെ ആരെങ്കിലും സ്പർശിച്ചാൽ ഇതിന്റെ പവിത്രം നശിച്ചു പോകും. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിൽ യാതൊരു പവിത്രതയും ഉണ്ടാകുകയില്ല. സമാധിയായ ഒരു വ്യക്തിയോട് ഈ അപരാധം ചെയ്യരുത് എന്ന നിലപാട് അവരെ സ്വകാര്യമായിട്ടല്ല, വളരെ ഉച്ചത്തിൽ പൊതുജന ശ്രദ്ധയിൽ മാധ്യമങ്ങളിൽ പോലും വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ അവര് പറഞ്ഞ യുക്തി അനുസരിച്ച് ഗോപൻ സ്വാമിയെ ആ സമാധി ഇരുന്ന ഇടത്തു നിന്ന്, ആ ശവകുടീരത്തിൽ നിന്ന് പൊളിച്ച് വെളിയിൽ ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടനെ സമാധിയുടെ ഗുണം 100% പോയി, പിന്നെ അത് സമാധിയല്ല. അതിനുശേഷം പോസ്റ്റ്മോർട്ടം കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇത് അവരുടെ തന്നെ അവകാശമാണ്. എന്നാൽ സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, കല്ലറ പൊളിച്ചു, ആ ശരീരം പലരും തൊട്ടു, അത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി, അങ്ങനെ അതിന്റെ പവിത്രത മുഴുവനും കളഞ്ഞ ശേഷം അതിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സമാധിയിൽ നിന്ന് അത് മഹാസമാധിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ അവസ്ഥയെ സമാധി എന്നല്ല പരാമർശിക്കുന്നത്, മഹാസമാധി എന്നാണ്. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ഹിന്ദു സ്വാമി പറയുന്നത് ഇത് മഹാസമാധി അല്ല, ഇത് മഹാനാണക്കേടാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഞാൻ അതൊന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വീഡിയോയുടെ ഒരു അല്പസമയം കേൾപ്പിച്ചു മാത്രമാണ്. അപ്പൊ ഇത് രണ്ടും ഈ സംഭവത്തിന്റെ വിചിത്ര വശങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതെന്ന് മാത്രം. എനിക്ക് പ്രധാനമായും 2 കാര്യങ്ങളാണ് ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളോട് ഏവരോടും പറയാനുള്ളത്. ഒന്ന്, ഈ സംഭവത്തിന് നിയമപരമായ അംഗീകാരം ലഭിച്ചാൽ അതുകൊണ്ട് കാര്യമായ ഒരു പ്രശ്നം ഉദിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ,
ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവരും തുല്യ അവകാശമുള്ളവരാണെന്നും തുല്യമായി പരിഗണിക്കപ്പെടേണ്ടവരാണെന്നും പറയുമ്പോൾ ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് കൊണ്ട് സമാധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശത്തെ നിയമപരമായി അംഗീകരിച്ചാൽ അതേ അവകാശം, അതേ ആനുകൂല്യം മറ്റ് മതത്തിലുള്ള വ്യക്തികൾക്ക് നൽകുമോ ഇല്ലേ? ഈ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മറ്റൊരു ദിശയിൽ കൂടെ തന്നെ പരിഗണിക്കും. ഇന്ത്യയിൽ ഇന്നും വാസ്തവത്തിൽ നിയമം മൂലം വയോധികരായി രോഗികളായി കിടപ്പിലുകളായി കിടക്കുന്ന ആളുകൾക്ക് യഥേഷ്ടം അവരുടെ ഇഹലോക ജീവിതം അവസാനിപ്പിക്കുക, ഇംഗ്ലീഷിൽ യൂത്തനേഷ്യ എന്ന് പറയും, അതിനുള്ള അവകാശം നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ അതിനാവശ്യമില്ല. ആർക്കെങ്കിലും മരിക്കണമെങ്കിൽ ഞാൻ സമാധിയിൽ ആകുന്നു, ഇന്ന ദിവസം ഞാൻ സമാധിയിലാകും, എനിക്ക് എൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും സഹായിച്ചു, ഡോക്ടേഴ്സിൻ്റെ ഒന്നും സഹായം എനിക്ക് ആവശ്യമില്ല, എൻ്റെ മകന് അതിനുള്ള കൈക്കരുത്തുണ്ട്, അവന് എന്നെ സമാധിയാക്കാനുള്ള പരിപാടി അറിയാം എന്ന് പറഞ്ഞാൽ മതി. യൂത്തനേഷ്യയുടെ ആവശ്യമില്ല. അപ്പോൾ ഇപ്രകാരമുള്ള പ്രക്രിയകൾ ഒരു യൂത്തനേഷ്യ സബ്സ്റ്റിറ്റ്യൂട്ടായി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ഒരു ആശങ്ക എനിക്കുണ്ട്. ഇവിടെ നാം ഇതിനോടനുബന്ധമായി ചിന്തിക്കേണ്ടത്, നാളിതുവരെ വയോധികരായ ആളുകൾ ഒരു കുടുംബത്തിന് ഭാരമായെന്ന് തോന്നിയാൽ അങ്ങനെയുള്ളവരെ കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയാണ് ചെയ്യാറ്. പ്രായം ചെന്ന മാതാപിതാക്കന്മാരെ കൈയൊഴിയണമെങ്കിൽ അവരുടെ ഭാരം ചുമക്കണ്ട എന്ന് തോന്നുന്ന അവസരത്തിൽ അവരെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുക. പക്ഷെ അങ്ങനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുമ്പോൾ അതിലപ്പോൾ ആക്ഷേപമുണ്ട്. ആളുകൾ അതും ഇതൊക്കെ പറയും, അപ്പനെയും അമ്മയും കൊണ്ട് ഇങ്ങനെ നീ വൃദ്ധസദനത്തിൽ കൊണ്ട് എറിഞ്ഞു കളഞ്ഞല്ലോടാ എന്ന ആളുകൾ ചോദിക്കും. ചോദിച്ചാൽ ചൂളിപ്പോകേണ്ടി വരും. അതൊന്നുമില്ലാതെ ഏറ്റവും നല്ല പരിപാടി ഇതാണ്. പ്രായം ചെന്ന ആളുകളെ സമാധിയാക്കുക, അവർക്ക് സമാധിയാകാനുള്ള ഒത്താശ ചെയ്ത് കൊടുക്കുക. അത് പ്രശ്ന പരിഹാരത്തിന് ഇതിനേക്കാൾ മാന്യമായ മറ്റൊരു മാർഗമില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാധ്യത ഗോപൻ സ്വാമി യഥാർത്ഥത്തിൽ സമാധി പ്രാപിച്ചതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സമാധിയിലാക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ പറ്റിയുള്ള നാനാവിധമായ ചിന്തകൾ, സംശയങ്ങൾ, ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് അന്വേഷിച്ചതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസും കോടതിയുമാണ്. അത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഗോപൻ സ്വാമി സമാധിയിൽ നിന്ന് മഹാസമാധിയിലേക്ക് പ്രമോഷൻ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യ തൊട്ട ശേഷം, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം അതിൻ്റെ എല്ലാ പവിത്രതയും നശിച്ചുവെന്ന് അദ്ദേഹത്തിന് 2 മക്കളും സാക്ഷ്യപ്പെടുത്തിയ ശേഷം ഈ സമാധിയെ മഹാസമാധിയാക്കി ഉയർത്തുന്നതിൻ്റെ പിറകിൽ ഈശ്വരബോധമല്ല, ആധ്യാത്മികമായ താല്പര്യമല്ല, അതിൽ മറ്റ് താല്പര്യങ്ങൾ നിശ്ചയമായും പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയം. ഇതിൽ സമാധിയാകാൻ പോലുമുള്ള യോഗ്യത ഇപ്രകാരം അതിനെ കൈകാര്യം ചെയ്തത് കൊണ്ട് പൂർണ്ണമായും നശിച്ചുപോയി എന്ന് പരക്കെ പ്രസ്താവിച്ചിരിക്കെ, എങ്ങനെയാണ് സമാധിയുടെ യോഗ്യത നഷ്ടപ്പെട്ട ഒരു ശരീരത്തിന് മഹാസമാധിയാകാനുള്ള യോഗ്യത നൽകുന്നത് എന്നതിനെ പറ്റി എനിക്ക് യാതൊരു പൊടിയുമില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ ദയവായി വെളിപ്പെടുത്തുക. അത് ആരെങ്കിലും അതിനെപ്പറ്റി പ്രസ്താവിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ അതിപ്പോൾ വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. ഇത് മഹാസമാധിയായി. നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്യന്തികമായി വലിയ ലാഭത്തിലേക്കുള്ള ഹൈവേ പണിയുന്ന പരിപാടിയാണ് എന്ന് നമുക്കറിയാം. ഇത് ഹിന്ദുമതത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലും, പ്രത്യേകിച്ച് ക്രിസ്തുമതത്തിലും തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആരെയെങ്കിലും പുണ്യാളനാക്കാൻ കിട്ടുമോ എന്നോട് അന്വേഷിച്ചോടി നടക്കുകയാണ് സഭകൾ. കാരണം ആരെയെങ്കിലും പുണ്യാളനാക്കി ഒന്ന്
അടക്കി കിട്ടിയാൽ അത് വലിയ വലിയ കോടികളുടെ ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ അവിടെ പ്രിയങ്കരനായിരുന്ന ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഉടനെ പിടിച്ച് വിശുദ്ധനാക്കും, പുണ്യാളനാക്കും എന്ന് ഓർത്തഡോക്സ് സഭ പ്രഖ്യാപിച്ചതാണ്, നിർബന്ധം പിടിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ ത്യാഗത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ ശവശരീരം രക്ഷപ്പെട്ടു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രധാനമായി പ്രവർത്തിക്കുന്നത് അമിത ലാഭ ഇച്ഛ തന്നെയാണ്, പണക്കൊതി മാത്രമാണ് എന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഗോപൻ സ്വാമിയെ പറ്റി പറയുമ്പോൾ ഇനിയും ഇതിനെപ്പറ്റി പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഞാൻ അവതരിപ്പിച്ച് നിർത്താൻ തോന്നി. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗോപൻ സ്വാമിയുടെ ജീവിതത്തെ പറ്റി അദ്ദേഹം നാളിതുവരെ 20 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചതിൽ വൈവിധ്യമാർന്ന പല ഘട്ടങ്ങളിൽ കൂടെ അദ്ദേഹം കടന്നുപോയി എന്ന് അദ്ദേഹത്തെ അറിയാവുന്ന 30 വർഷം 35 വർഷം അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം പരിശുദ്ധനായിട്ടല്ല ജീവിച്ചതെന്നും അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം അങ്ങനെ ജയിലിൽ വസിച്ചിട്ടുണ്ട് എന്നും ചുമട്ടുതൊഴിലാളി യൂണിയൻ അദ്ദേഹം അംഗമായിരുന്ന അതിലെ ആളുകൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് എവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതം നയിച്ചൊരു വ്യക്തി ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ രോഗിയായി കിടപ്പായി കഴിയുമ്പോൾ ഞാനിപ്പോൾ സമാധിയാകും എന്ന് പറയുന്നതിൽ വലിയ അപാകതയുണ്ട് എന്നാണ് ഹിന്ദുമത പണ്ഡിതനല്ലാത്തൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ മാപ്പ് പറഞ്ഞുകൊണ്ട് അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് സമാധിയാകുന്നതിന് അനിവാര്യമായ യോഗ്യത എന്ന് പറയുന്നത് പരിശുദ്ധമായ ജീവിതം നയിക്കുകയും കാലക്രമേണ ബ്രഹ്മത്തിലേക്ക് ലയിച്ച് ചേരത്തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധി, ആധ്യാത്മികമായ പരിശുദ്ധി പ്രാപിച്ച് അതിൻ്റെ ഉച്ചകോടിയിലെത്തുമ്പോൾ ആരുടെ സഹായം കൂടാതെ ആ ഒരു മഹനീയമായ അവസ്ഥ പ്രാപിക്കുന്നു. അത് ആരോടും പരസ്യപ്പെടുത്തിയോ മറ്റാരുടെയെങ്കിലും സഹായം തേടിയോ അല്ല. സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്ന ഒരു ഉദാഹരണം, പണ്ട് യുദ്ധം നടക്കുമ്പോൾ ചക്രവർത്തിമാരുടെ കാലത്ത് വലിയ വലിയ സേനാനികൾ ചക്രവർത്തിമാരുടെ സേനകളെ നയിക്കുമ്പോൾ വീരയോദ്ധാക്കൾ അവർ യുദ്ധം തോറ്റാൽ ശത്രുക്കളുടെ പിടിയിലാകരുത്. അങ്ങനെ പിടിയിലായാൽ അപമാനമാണ്. കാരണം അന്നൊക്കെ ആരെയെങ്കിലും ഇപ്രകാരം ഒരു സേന തലവനെ പിടിച്ചാൽ, യുദ്ധത്തിൽ അവനെ പരാജയപ്പെടുത്തി പിടിച്ചാൽ, അവന് ആരാണോ അവനെ പരാജയപ്പെടുത്തുക അവർ അവരുടെ നാട്ടിലേക്ക് ഇവനെ കൊണ്ടുപോയി തെരുവീഥിയിൽ ഇവനെ പ്രദർശിപ്പിച്ച് ആളുകൾ അവനെ കളിയാക്കി അവനെ നാണം കെടുത്തി കുളമാക്കുന്ന ഒരു പരിപാടി പണ്ടുണ്ട്. അത് വരാതെ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഈ സേനാനികൾ, സേനാ തലവന്മാർ അവർ യുദ്ധം തോക്കും എന്ന അവസ്ഥ വരുമ്പോൾ അവരുടെ അസിസ്റ്റന്റുമാരോട് പറയും, നിങ്ങളുടെ വാള് ഒന്ന് കുത്തിപ്പിടിച്ച് നിർത്തണം, അതിൻ്റെ കൂർത്ത മുനമോളിലും അതിൻ്റെ പിടി താഴെയുമായി അത് ബലമായി പിടിച്ചു നിർത്തണം. അവരങ്ങനെ ചെയ്യുമ്പോൾ ഈ യുദ്ധം തോക്കാൻ പോകുന്ന സേന തലവന്മാർ അവർ ആ വാളിന്റെ കൂർത്ത മുനയിലേക്ക് ചങ്ക് മുട്ടത്തക്കവണ്ണം അതിലേക്ക് ആഞ്ഞു വീണ് ആ വാള് അവരുടെ ചങ്കിൽ കൂടെ കടന്നുപോയി അവർ ആ സമയത്ത് അവിടെ മരിക്കും എന്നതാണ്. അപ്പോൾ ആർമിയിലും ഈ സമാധി ഉണ്ട് എന്ന ഒരു ചരിത്ര സത്യം ഞാൻ അങ്ങ് സൂചിപ്പിക്കുകയാണ്. പക്ഷെ നാം അതിനെ സമാധി എന്ന് പറയാറില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരം മരിക്കുന്നതിനെ സമാധിയാണെന്ന് പറയാറ്? കാരണം മറ്റൊന്നുമല്ല, അതിൽ ആത്മീകമായ ഒരു പ്രക്രിയ അടങ്ങിയിട്ടില്ല. ഒരു സേനാനി ദീർഘനാൾ തപസ് ചെയ്ത് ഈ ലോകം മുഴുവനും മായയാണെന്ന് തിരിച്ചറിഞ്ഞ് ഏക യാഥാർത്ഥ്യമായ ബ്രഹ്മത്തിലേക്ക് ലയിക്കത്തക്കവണ്ണമുള്ള ആത്മീകമായ ആ ഇവല്യൂഷൻ, ആ ഒരു വളർച്ച, ആ ഒരു രൂപാന്തരം പ്രാപിക്കാതെ മരിച്ചാൽ, മരണം കൊണ്ട് മാത്രം, ഞാൻ പറയുന്ന ഇന്ന സമയത്ത് മരിക്കുമെന്ന് പറഞ്ഞു, ആ സമയത്ത് മരിച്ചു, അതുകൊണ്ട് മാത്രം ആരും ഈ ഒരു അനുഭവത്തിലേക്ക്, സമാധി എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയല്ല. ഇതന്നത്തെ സത്യം. മരണമല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം, ജീവിതമാണ്.
ജീവിതത്തിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് മരണത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ഒരു സമീപനം തികച്ചും ആത്മീയമായി ഒരു വിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ഇത് അർത്ഥശൂന്യമാണ്. ഇതിനെ പിന്തുണയ്ക്കുവാൻ ഹിന്ദുമതത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും ലാഭം കിട്ടും എന്ന് വിചാരിച്ച് ആരെങ്കിലും മുൻപോട്ട് വരുമെന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അത് ഏതായാലും ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ്. എനിക്കതിനെപ്പറ്റി അധികം ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതിനെ വ്യാപകമായി ദുരുപയോഗപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. സമാധിയെ കച്ചവടവൽക്കരിക്കാനും, രണ്ടാമത് സമാധിയെ യൂത്തനീഷ്യയുടെ ഒരു പകരമായി കണക്കാക്കാനും, മൂന്നാമത് വയോധികരായ മാതാപിതാക്കന്മാരെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കുന്നതിന് പകരം അവരെ സമാധിയാക്കി കളയാം എന്ന ഒരു ചിന്താഗതി അത് പച്ചപിടിച്ചു വരുവാനുമുള്ള ഭീകരമായ സാധ്യത ഇതിലുണ്ട് എന്ന് പൊതുജന ബോധ്യത്തിൽപ്പെടുത്തുക എന്ന വളരെ ലളിതമായ എൻ്റെ കടമ അത് നിർവഹിച്ചത് കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം.